അസ്സലാമു അലൈക്കും. റമളാൻ 3-ൻ്റെ പുലരി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു വിയോഗത്തെയാണ്. ലോകത്തിൻ്റെ പ്രകാശമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയ പത്നിയായ ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു അൻഹു ഇഹലോകവാസം വെടിഞ്ഞത് ഇന്നത്തെ ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ഏറ്റവും ഇളയവളായി മക്കയിലായിരുന്നു ബീവിയുടെ ജനനം. ഖുറൈശികളുടെ മർദ്ദനങ്ങൾക്കിടയിൽ തൻ്റെ പിതാവിനെ തണലായി നിന്ന് സംരക്ഷിച്ച കൊച്ചു ബാലികയായിരുന്നു ഫാത്തിമ ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനുള്ള തൊട്ടു മുമ്പ് ഫാത്തിമ ബീവിയെ അടുത്തു വിളിച്ച് രഹസ്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം ഫാത്തിമ ബീവി കരയും, പിന്നീട് ചിരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ആ കുടുംബത്തിൽ നിന്നും ആദ്യം മരണപ്പെട്ട് പിതാവിനോടൊപ്പം ചേർന്ന് ഫാത്തിമ ബീവി ആയിരിക്കുമെന്ന വാർത്തയായിരുന്നു ആ ചിരിക്ക് പിന്നിലെ രഹസ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 6 മാസത്തിന് ശേഷം കൃത്യം ഒരു റമളാൻ 3-ന് തൻ്റെ 28-ാം വയസ്സിൽ ബീവി ലോകത്തോട് വിട പറഞ്ഞു. അവരുടെ ജീവിതം ഓരോ വിശ്വാസിക്കും വലിയ പാഠപുസ്തകമാണ്. ദരിദ്രം കൊണ്ട് വീട്ടിൽ പലപ്പോഴും അടുപ്പ് പുകയാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. ആട്ടുകല്ല് തിരിച്ച് കൈകളിൽ തഴമ്പു വീണിട്ടും അവർ പരാതിപ്പെട്ടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വേലക്കാരിയെ ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് ലഭിച്ചത് ലോകപ്രശസ്തമായ തസ്ബീഹുൽ ഫാത്തിമ ആയിരുന്നു. ജോലിയേക്കാൾ വലിയ ആശ്വാസം ദൈവസ്മരണയാണെന്ന് അവർ ലോകത്തെ പഠിപ്പിച്ചു. ലോക നേതാവിൻ്റെ മകളായിട്ടും ആഭരണങ്ങളോ ആഡംബരങ്ങളോ അവർ മോഹിച്ചില്ല. പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ചും വീട്ടിലെ ജോലികൾ സ്വയം ചെയ്തും അവർ മാതൃകയായി. തൻ്റെ ജീവിതത്തിലും ചിന്തയിലും അവർ പുലർത്തിയ വിശുദ്ധി കാരണമാണ് അവർക്ക് അസ്സഹറ എന്ന പേര് ലഭിച്ചത്. താൻ മരിച്ചാൽ പോലും തൻ്റെ മയ്യത്ത് അന്യപുരുഷന്മാർ കാണാത്ത രീതിയിൽ മറയ്ക്കണമെന്ന് വസിയത്ത് ചെയ്ത അവരുടെ ലജ്ജാശീലം സ്ത്രീത്വത്തിന് വലിയ പാഠമാണ്. വീട്ടിൽ ഭക്ഷിക്കാൻ ഒന്നുമില്ലാത്തപ്പോൾ പോലും വാതിൽക്കൽ വന്ന് ചോദിച്ചവന് തൻ്റെ കൈവശമുള്ളത് നൽകിയ സ്വഭാവമായിരുന്നു അവരുടേത്. വിശക്കുന്നവന് തൻ്റെ പങ്ക് നൽകി നോമ്പ് തുറന്നവൾ, കഷ്ടപ്പാടിൻ്റെ ഉപ്പയുടെ തണലായി നിന്നവൾ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു കാണിച്ചു തന്ന ആ ലാളിത്യവും നന്മയും നമ്മുടെ ജീവിതത്തിലും വെളിച്ചമാകട്ടെ. റമളാൻ 3 കേവലം ഒരു തീയതിയല്ല, മറിച്ച് സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമായ ഒരു മഹദിയുടെ ഓർമ്മ പുതുക്കലാണ്. സ്വർഗീയ വനിതകളുടെ നേതാവായ ഫാത്തിമ റളിയല്ലാഹു അൻഹു